എന്റെ മോൻ അവസാനം ആരും വെള്ളം കൊടുത്തില്ലല്ലോ, എനിക്ക് വേണ്ട. എനിക്ക് ഗോള ക്യാമ്പസിൽ ഒന്നും വേണ്ട. ഇതുവരെ ആരും ഒന്നും വിളിച്ച് പറഞ്ഞില്ലല്ലേ, വിളിച്ച് ചോദിച്ചില്ലേ, വീട്ടിൽ വന്നില്ലല്ലേ. എന്റെ മോനെ കൊന്നില്ലേ അവിടെ വെയിലുണ്ട്. ഫോൺ ഒന്ന് കൊടുത്തു. എന്റെ മോനെ തരേ വെക്കാനൊക്കെ ആണോ വെക്ക് വെച്ചോ വെച്ചോ സംസാരിക്ക് വെച്ചു. എല്ലാവർക്കും മതിയാ. പ്രയാസത്തിലാണ് നിങ്ങൾ ഒന്ന് വൈകാരികമായ രംഗങ്ങൾ തന്നെയാണ് ഈ ഒരു പോളിസിനെ മുൻവച്ചിട്ടുണ്ടാകുന്നത്. നമുക്ക് ഈ ഒരു സാഹചര്യം മൂലം പിതാവുമായിട്ട് സംസാരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് രാജുവിന്റെ അച്ഛനുള്ളത്. അദ്ദേഹം വിശ്രമിക്കട്ടെ. കാരണം ഞങ്ങളുടെ കൊച്ചിൻ്റെ ഡ്രസ്സും മറ്റു കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അത് എടുക്കേണ്ടതുണ്ട്. അയ്യോ, അത് അവമാനിക്ക് തന്നെ കൂടെ. ഞാൻ നോക്കാക്കാൻ പറ്റില്ല. ഇന്ന് വീട്ടിൽ കൊണ്ടുവന്ന അവമാനിക്ക് തന്നെ കൊടുത്താൽ അവമാനിക്കൊന്നല്ല, അവമാനിക്കും. നിഖിലാണ് കുറിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ചെറുക്കണ്ടിയിൽ ഡെന്റൽ കോളേജിൽ നിന്ന് നിഖിൽ വളരെ വൈകാരികമായാണ് അച്ഛൻ പ്രതികരിക്കുന്നത്. കാരണം മകൻ മരിച്ച ആ സ്ഥലം സന്ദർശിക്കാൻ, അതോടൊപ്പം എന്താണ് സംഭവിച്ചതെന്ന് ആ സഹപാഠികളോട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ആ കുടുംബത്തിൽ ഇപ്പോഴും ഉണ്ട്. മാനേജ്മെന്റിനെയും ഇന്ന് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. രുചീഷ്, തീർച്ചയായും കണ്ടു നിൽക്കാനും കേട്ടു നിൽക്കാനും പ്രയാസമുള്ള കാര്യങ്ങൾക്ക് സാക്ഷിയാവുന്നു കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് പരിസരം എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ തൻ്റെ മകൻ വീണ് മരിച്ച ആ ചെങ്കല്ല് പാകിയ മെഡിക്കൽ കോളേജിനകത്തെ സ്ഥലം കണ്ട് തിരികെ ഡെന്റൽ കോളേജ് പരിസരത്തേക്ക് എത്തി തളർന്നിവിടെ ഒരു കസേരയിൽ ഇരിക്കുകയാണ് നിതിൻ്റെ അച്ഛൻ. നിതിൻ്റെ അച്ഛനോട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ കണ്ട് വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകൻ അവസാനമായി ആരും വെള്ളം നൽകിയില്ലല്ലോ, എനിക്കും വേണ്ട എന്ന് അത്രത്തോളം ഹൃദയഭാരത്തോടു കൂടി വേദനയോടുകൂടി അച്ഛൻ പറയുന്നതാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ഏതായാലും ഇതിൻ്റെ കാരണങ്ങൾ ഉൾപ്പെടെ എന്ത് എന്നതിൻ്റെ അന്വേഷണമൊക്കെ നടക്കുമ്പോഴും വലിയ സ്വപ്നങ്ങളോടുകൂടി തൻ്റെ മകനെ ഒരു കോളേജിലേക്ക് പറഞ്ഞയച്ചതാണ്. ആ അച്ഛനാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ ഇപ്പോൾ ഇരുന്ന് ചെയ്യും. എനിക്ക് അവനെ കാണണ്ട. പ്രിൻസിപ്പലിനെ കാണിക്കണ്ട. പ്രിൻസിപ്പലിനെ കാണിക്കണ്ട. മോനെ കൊണ്ടുപോകാനാണ് അവൻ. കുറച്ച് വൈഡ് കമലിനെ കാണിക്കണ്ട. കൊണ്ടുപോകാൻ ശരിയല്ല. എല്ലാവരും കൊന്നത് ഞാൻ വരില്ല. ഞാൻ വരൂല. എന്റെ മോനെ കൊന്നവനാണ് അവൻ. എന്റെ മോന്റെ ഡ്രസ്സല്ല അവന് കൊടുക്കും. അവന് തികയിട്ട് അവന്മാരെല്ലാം കൂടെ കൊന്നു. അതെല്ലാം കൂടെ എടുത്തോളാൻ പറ. അവന്മാർ 5 പേരെ ആ റാമിനെ അവിടെ എല്ലാം ഞങ്ങൾ കണ്ടില്ല.
എങ്കിൽ എന്തായാലും ഈ പ്രിൻസിപ്പലിനെ കാണേണ്ടതില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. ഇന്ന് പ്രിൻസിപ്പളുമായി കണ്ടേക്കും എന്ന സൂചനയൊക്കെ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ വളരെ വൈകാരികമായി തന്നെ എൻ്റെ മകനെ കൊന്ന ആളുകളാണ്, അവരെ കാണേണ്ടതില്ല എന്ന് പറയുന്നു. ആ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയ സമരങ്ങളിലേക്ക് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തയ്യാറാകുമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നിതിൻ രാജുള്ള ആളുകളെ കാണുന്നതിന് വേണ്ടി ധർണയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അധ്യാപകരെ കാണുന്നില്ല എന്നതാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് എൻ്റെ മകനെ കൊലക്ക് കൊടുത്തയാളാണ്, അയാളെ എനിക്ക് കാണേണ്ടതില്ല, എൻ്റെ മകൻ്റെ ബാക്കിയായ വസ്ത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അയാൾക്ക് കൊടുത്തേക്കു എന്നതുൾപ്പെടെ അതിവൈകാരികമായ പ്രതികരണങ്ങൾ ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഈ പ്രിൻസിപ്പലിനെ കാണുന്നില്ല. മറ്റ് അദ്ദേഹത്തോടൊപ്പം എത്തിയ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും പ്രിൻസിപ്പളുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തുക. അദ്ദേഹത്തെ ഇവിടെ തൽക്കാലം ഒരു വാഹനത്തിൽ ഇരുത്താനാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. കാരണം തീർച്ചയായും അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ആരോപണ വിധേയനായ റാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റാമിനെതിരായ പരാതികൾ നടപടിയെടുത്തില്ല എന്നതുൾപ്പെടെ ആരോപണം നിലനിൽക്കുന്ന ഈ കോളേജിലെ ആ പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടിയാണ് ഇവർ ഇവിടേക്ക് എത്തിയത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ പ്രിൻസിപ്പലെ ഈ നിതിൻ രാജിൻ്റെ പിതാവ് കാണേണ്ടതില്ല, അദ്ദേഹം അത് വിസമ്മതിക്കുന്നു അങ്ങനെ കാണാൻ എന്നുള്ളതാണ്. എൻ്റെ മകനെ കൊലക്ക് കൊടുത്തയാളാണ്, അയാളെ എനിക്ക് കാണേണ്ടതില്ല. ഒപ്പം ഈ ഇവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരെടുത്ത് പറഞ്ഞു തന്നെ തനിക്ക് അവരെ ഒന്നും കാണേണ്ടതില്ല എന്ന് പറയുന്നു. ഒപ്പം തൻ്റെ മകൻ്റെ വസ്ത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അതൊക്കെ അവർക്ക് കൊടുക്കൂ, അവർക്കത് തികയട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കഴിഞ്ഞൊരു 10-15 മിനിറ്റോളമായി വളരെ വൈകാരികമായ കാഴ്ചകളാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് പരിസരത്ത് കാണുന്നത് എന്നുള്ളതാണ്.